വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയും പോവുകയൊക്കെ ചെയ്തു. എന്നിട്ടും വിവാദങ്ങൾ ഒഴിയുന്നില്ല. അതായത് റിയാസിന് പറ്റുന്നില്ല, എങ്ങനെയും ഇങ്ങനെ ചൊറിഞ്ഞിരിക്കണം. പക്ഷെ ചൊറിയുന്നത് BJP-യോടാണ്, നന്നായി മാന്തി കിട്ടും എന്നത് എന്തോ റിയാസ് മോന് മനസ്സിലായില്ല. ഒടുവിൽ വീണ പറഞ്ഞു, ഇനി വാ തുറന്ന ക്ലിഫ് ഹൗസിന്റെ പടി ഞാൻ ചവിട്ടിക്കില്ല എന്ന്. അതിൽ ഭയന്ന് ഒന്ന് വാ അടച്ചു എന്നാണ് കേട്ടത്. ഇന്നലെ ഡോക്ടറെ കാണിക്കേണ്ടത് എന്നെ അല്ല രാജീവ് ചന്ദ്രശേഖരനെയാണ് എന്നൊക്കെ വലിയ വീരവാദം അടിക്കുന്നത് കേട്ടു മുഹമ്മദ് റിയാസ്. അല്ല റിയാസ് സാറേ, ഒരു സംശയം, ഈ മുഖ്യൻ പോകുന്നിടത്തെല്ലാം ഈ ഭാര്യയും മകളെയും ചെറുമോനെയും താങ്കളെയും ഒക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അത് ഇന്നലെ മുഖ്യനോട് ചോദിച്ച മുഖ്യൻ പറഞ്ഞത് എൻ്റെ മകളും മകളുടെ മകനുമാണ്, അപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകണ്ടേ. അങ്ങനെയാണ് എങ്കിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷന് പ്രധാനമന്ത്രി വരുന്നിടത്ത് വന്നിരുന്നാൽ എന്താണ് പ്രശ്നം? അല്ല, എന്താണ് ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം? BJP വളരുന്നതാണോ അതോ നിങ്ങൾക്കൊന്നും ആകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്? എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണ്? മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതിനിടയിൽ നിങ്ങൾക്കൊരു ശ്രദ്ധ കിട്ടാനായിട്ടാണോ നിങ്ങളിങ്ങനെ എന്തൊക്കെയോ വായി തോന്നുന്നു വിളിച്ചു പറഞ്ഞ് അവസാനം നിങ്ങൾ തന്നെ നാറി നിങ്ങളെ തന്നെ സോഷ്യൽ മീഡിയ ട്രോളി ഒരു വല്ലാത്ത അവസ്ഥയിലാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും മനോരമയൊക്കെ ഇന്നലെ കുമ്മനടി എന്ന് പറഞ്ഞ് ചന്ദ്രനടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണമില്ലേ മനോരമ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. നിങ്ങളൊരു പത്രമല്ലേ, എന്തിനാണ് ഒരു വ്യക്തിയെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്ത് നിങ്ങൾക്ക് എന്ത് നേടാനാണ് എന്നുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസ് CPM പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകാം. പക്ഷേ നിങ്ങളെപ്പോലൊരു പത്രം ഇത് പറയുമ്പോൾ ജനങ്ങൾ നിങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് പറയാനുള്ള പറയാം, കാരണം റേറ്റിംഗിലൊക്കെ ഇപ്പോൾ ഒരിടോ എത്തുന്നില്ലല്ലോ. സിംഗിണികളെ കൊണ്ടൊക്കെ ചർച്ച നടത്തിയിട്ട് ഒന്നും റേറ്റിംഗിൽ ഒരിടോ എത്തുന്നില്ല. ഇങ്ങ് കൂപ്പ് കുത്തി താഴെ കിടക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. നിങ്ങൾ നടക്കട്ടെ പറയാനുള്ളതൊരു സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോട്ടെ. എന്തായാലും റിയാസിനുള്ള ഒരു മറുപടിയാണ് രഞ്ജിത്ത് ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. സലീഷ് ഗോപിനാഥ് എഴുതിയതാണോ അതോ അദ്ദേഹം എഴുതിയതാണോ എന്നറിയില്ല, എങ്കിലും ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ ഇരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. പ്രോട്ടോകോൾ പ്രകാരം നേരത്തെ വേദിയിൽ വന്നിരുന്നാലേ പറ്റുകയുള്ളൂ. ബ്രിട്ടാസും വിൻസെന്റ് MLA അടക്കം നേരത്തെ വന്നിരുന്നപ്പോൾ ആർക്കും ട്രോളണ്ടായിരുന്നു. മാത്രവുമല്ല, ഏത് സംസ്ഥാനത്തെ പ്രധാനമന്ത്രി പോയാലും അവിടങ്ങളിലെ സ്വന്തം പാർട്ടി അധ്യക്ഷന്മാർ വേദിയിൽ ഉണ്ടാവുക എന്നത് ഇന്ത്യയിൽ പതിവാണ്. മോദിയല്ല ആ പതിവ് തുടങ്ങിയത്. CPM-ന് പ്രധാനമന്ത്രിമാർ ഉണ്ടാകാത്തത് കൊണ്ട് ഒരുപക്ഷെ മരുമോന് ഇതൊന്നും അറിയാത്തതാകും. ഇത്തരം കാര്യങ്ങളൊന്നും മുൻകാലങ്ങളിൽ ചോദ്യം ചെയ്യുന്ന അല്പത്തരം പ്രതിപക്ഷങ്ങൾക്കുണ്ടായിരുന്നില്ല. കാരണം അന്ന് പ്രതിപക്ഷം BJP ആയിരുന്നു. അന്നും അവർ മാന്യത കാട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് സ്വന്തം കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമെന്ന ഭയമാണ്. അതിനാൽ എങ്ങനെയും BJP-യെ താറടിക്കുക എന്നതാണ് പരിപാടി. അതിന് എന്ത് തറവേല വേണമെങ്കിലും കാണിക്കും. കൂട്ടിന് മലയാള മാപ്രകളുമുണ്ട്. ഇന്ന് സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. മാപ്രകളുടെ ദ്രോഹത്തിന് ഏറ്റവും അധികം വിധേയനായ ആളാണ് സുരേന്ദ്രൻ. ഇപ്പോൾ അവരുടെ ടാർഗറ്റ് രാജീവ് ചന്ദ്രശേഖറാണ്. കാരണം BJP അവർക്ക് ഭയമാണ്. അടുത്ത നാണംകെട്ട പരിപാടി ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തല്ലാണ്. ഉമ്മൻചാണ്ടിയാണ്, VS ആണ്, അല്ല പിണറായി ആണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തല്ല്. ഇതിനിടെ പിണങ്ങിപ്പോകാൻ നാണം കെട്ടൊരു പ്രതിപക്ഷ നേതാവും. ഈ സകല നാറികളോടും പറയാനുള്ളത് ഒറ്റ കാര്യമാണ്: ഇത് കേന്ദ്രത്തിന്റെ ഫണ്ടായാലും കേരളത്തിന്റെ ആയാലും ശരി, അത് രാജ്യത്തെ ജനങ്ങളുടേതാണ്, നികുതി പണമാണ്. അല്ലാതെ ഭാര്യയും മകളെയും കൊച്ചുമകനെയും കൂട്ടി ഔദ്യോഗിക മീറ്റിങ്ങിന് വന്നിരിക്കുന്ന തമ്പുരാന്റെ അമ്മാത്ത് നിന്ന് കൊണ്ടുവന്ന ഫണ്ടല്ല. പിന്നെ കേരളത്തിൽ വരുന്ന പദ്ധതിയിൽ നിന്ന് നേരിട്ടും അല്ലാതെയും വരുമാനം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതും കേരളത്തിനാണ്. അപ്പോൾ ആ പണം മറ്റു സംസ്ഥാനങ്ങളുടെ വിഹിതത്തിൽ നിന്നും എടുത്തുപയോഗിക്കുക എന്നത് ന്യായമല്ലല്ലോ. പിന്നെ ഈ പറയുന്ന പണം പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്നാവില്ല, മറിച്ച് കേന്ദ്രവിഹിതമായി സംസ്ഥാനത്തിന് ലഭിച്ച പണത്തിൽ നിന്ന് തന്നെ എടുത്തതല്ലേ. അതും ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളുടെ പണമാണ്. അതും പോട്ടെ, ഇക്കണ്ട കാലം അത്രയും എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പാവാതെ ഇരുന്നത്? അതെന്താ ആരും ചോദിക്കാത്തത്? UPA ഭരണകാലത്ത് 6 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു.
പ്രതിരോധ വകുപ്പിന്റെ ക്ലിയറൻസ് കൊടുക്കേണ്ട മന്ത്രിയടക്കം മലയാളികളായിരുന്നു. കൂടാതെ UPAയുടെ ആദ്യ ടേമിൽ ഇടതുപക്ഷവും ആ സർക്കാരിന്റെ ഭാഗമായിരുന്നില്ലേ? എന്തേ നടന്നില്ല? എന്താണെന്നറിയുമോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: അഴിമതി. അന്ന് ഏത് പ്രോജക്റ്റ് നടക്കണമായിരുന്നെങ്കിലും നമ്പർ 10 ജൻപദയിലെ ഇറ്റാലിയൻ രാജവംശത്തിനും അവിടത്തെ മരുമോനും കനത്ത കൈക്കൂലിപ്പണം നൽകേണ്ടതുണ്ടായിരുന്നു. ഇവിടത്തെ മരുമോനൊക്കെ വെറും ചീള് കേസ്. പണം കൊടുത്താലേ പദ്ധതിക്ക് പങ്കാളിയാകാൻ എത്തുന്ന കമ്പനികൾക്ക് അന്ന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പിന്നെ താഴോട്ടുള്ള വാലുകൾക്കും കൊടുക്കണം പടി. ഈ ആർത്തിപ്പണ്ടാരങ്ങളെയും തൃപ്തിപ്പെടുത്തി പിന്നെ സ്ഥലമെടുപ്പിനും തദ്ദേശവാസികളുടെ പ്രയാസങ്ങളും ഒക്കെ ഒതുക്കി പദ്ധതിക്ക് പണം മുടക്കാൻ ഒരു ഇൻവെസ്റ്ററും തയ്യാറായില്ല. പണം മുടക്കാൻ വന്ന പലരും അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. ഇത്രയും കാലം ഇത് നടക്കാതെ ഇരുന്നത് അതുകൊണ്ട് മാത്രമാണ്. നരേന്ദ്രമോദി വന്നു, കാര്യം നടന്നു. കാരണം 10 പൈസയുടെ അഴിമതിയില്ല. എന്നിട്ടും മുടക്കാൻ എന്തൊക്കെ സമരങ്ങളും പ്രദർശനങ്ങളും നടന്നു എന്ന് ഓർമ്മയില്ലേ? മാത്രവുമല്ല, അദാനി ഇതിൽ പണം മുടക്കാൻ തയ്യാറായത് ഉമ്മൻചാണ്ടിയോ പിണറായിയോ കണ്ടിട്ടല്ല, മോദിയിലുള്ള വിശ്വാസം കാരണമാണ്. ഇതെല്ലാം കഴിഞ്ഞ് പദ്ധതി നടപ്പായപ്പോൾ ക്രെഡിറ്റും തപ്പി ഇറക്കിയിരിക്കുകയാണ് നാണം കെട്ട വർഗങ്ങൾ. സത്യത്തിൽ മാപ്രകളെ, നിങ്ങൾ കുളുപ്പിന്റെ ഒരംശം പോലുമില്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കാം. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന സമയത്ത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റീവായി ഏതെങ്കിലും മാധ്യമങ്ങൾ കാണിച്ചോ? ഓരോ വർഷവും കേരളം വിട്ടോടുകയാണ് കേരളത്തിലെ യുവജനങ്ങൾ. അവരെ പിടിച്ചു നിർത്താനും ആകർഷിക്കാനും പാകത്തിന് പ്രതീക്ഷ നൽകും വിധം എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ? വിഴിഞ്ഞം പദ്ധതി വരുന്നത് കൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്ന നേരിട്ടും അല്ലാതെയുമുള്ള പ്രയോജനങ്ങളെ കുറിച്ച് എന്തേ നിങ്ങൾ പ്രാധാന്യം കൊടുത്തില്ല? സർക്കാരിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടാകുന്ന വരുമാനം, തൊഴിൽ സാധ്യതകൾ, ഇനി മുതൽ വരുന്ന കപ്പലുകളിലെ നാവികർ കരയിലിറങ്ങി ദിവസങ്ങൾ ചിലവഴിക്കുമ്പോൾ നാടിനുണ്ടാകുന്ന ബിസിനസ് സാധ്യതകൾ, ടൂറിസം സാധ്യതകൾ, ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. മനസ്സിലാകേണ്ടത്, ഇവിടെ മോദിയോ പിണറായിയുടേതോ കോൺഗ്രസിന്റെയോ രാജഭരണമല്ല നടക്കുന്നത്, ജനാധിപത്യമാണ്. എന്ത് പുതിയ പദ്ധതി ആര് നടപ്പിലാക്കിയാലും അത് ആത്യന്തികമായി നാടിന് ഗുണമുള്ള കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി ജനങ്ങളിൽ എത്തിക്കുക എന്ന പ്രാഥമിക ഒരു ചുമതല കൂടി മാധ്യമങ്ങൾക്കുണ്ട്, മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അത് മറക്കരുത്. ഇങ്ങനെയാണ് അദ്ദേഹം പോസ്റ്റ് എഴുതി അവസാനിപ്പിക്കുന്നത്. എന്തായാലും റിയാസ് മരവാഴയാണെന്ന് ചില ആളുകൾ പറയുന്നു. ഞങ്ങളല്ല, ചില ആളുകൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം. ഞങ്ങൾ ഒരിക്കലും മരുമോനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും ആ പ്രയോഗം ഒന്ന് മാറ്റിപ്പിടിക്കാനെങ്കിലും വല്ലപ്പോഴും 4 നല്ല വർത്താനം പറ.